നടൻ മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത്. ഈ വാർത്ത കേട്ടപ്പോൾ ഒരുപാട് പേർക്ക് വിഷമം തോന്നിയെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും പുറത്തുവരുന്നത്. നടൻ മമ്മൂട്ടിക്ക് പ്രോട്ടോൺ റേഡിയേഷൻ നടത്താൻ വേണ്ടി ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായിരുന്നു. പ്രാഥമിക ചികിത്സയൊക്കെ നടത്തി പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം ശരീരം റെഡിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈയൊരു തെറാപ്പി തുടങ്ങിയത്. സാധാരണ കീമോതെറാപ്പി ക്യാൻസർ സെല്ലുകളെ കരിയിച്ചു കളയുന്ന പ്രക്രിയയാണ്. എന്നാൽ പ്രോട്ടോൺ തെറാപ്പി ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. എന്നാൽ പ്രോട്ടോൺ തെറാപ്പി ക്യാൻസർ സെല്ലുകളെ കൃത്യമായി ലക്ഷ്യമിട്ടതിനു ശേഷം നശിപ്പിച്ചു കളയുന്നതാണ്. ഇതിന്റെ ചിലവ് വളരെയധികം വലുതാണ്. സാധാരണക്കാർക്ക് അത്ര പെട്ടെന്നൊന്നും ഇത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഏകദേശം 50 ലക്ഷം മുതൽ 55 ലക്ഷം വരെയാണ് ഈ പ്രോട്ടോൺ തെറാപ്പി എന്ന് പറയുന്ന ഈ ഒരു ചികിത്സാ രീതിക്ക് വരുന്ന ചെലവ്. ഇത്രയും ഒന്നും താങ്ങാൻ വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരന് ഒരിക്കലും കഴിയില്ല. തെറാപ്പിക്ക് ശേഷം ഇന്നലെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഏറെ വൈകിയാണ് താരം വീട്ടിലേക്ക് മടങ്ങിയത് എന്നും തെറാപ്പിക്ക് ശേഷം 2-3 മണിക്കൂർ ആശുപത്രിയിൽ ഇരുന്ന ശേഷം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടതിന് ശേഷമാണ് മമ്മൂട്ടിയെ വീട്ടിലേക്ക് അയച്ചത്. എന്നിരുന്നാലും താരത്തിന് ഇപ്പോൾ താൽക്കാലികമായി വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും അല്പം വിശ്രമം ആവശ്യമാണ് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തൊക്കെയായാലും ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെയും പ്രചരിപ്പിക്കാതെയും ഇരിക്കുക.